ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റ് കാര്യമായിട്ട് മൂവ്മെൻ്റ് ഒന്നും തരാത്തൊരു ദിവസമായിരുന്നു. ചെറിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് അവിടുന്ന് റിക്കവറി തന്നു എന്നുള്ളത് മാത്രമാണ്. ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ട് മൂവ്മെൻ്റ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് മാർക്കറ്റ്. നിഫ്റ്റിയുടെ ചാർട്ടാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ പിന്നെ നിഫ്റ്റിയും കുറച്ച് മൂവ് ചെയ്തത് നിഫ്റ്റിയാണ്. കാരണം ആ ഒരു ഗ്യാപ് ഡൗണിന് ശേഷം ഫസ്റ്റ് 3-4 ക്യാൻഡിൽ ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിക്കവറി നിഫ്റ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. വിക്സ് അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. സാധാരണ മേലേക്ക് റിക്കവർ ചെയ്യുന്ന സമയത്ത് വിക്സ് എന്ത് ചെയ്യാറുണ്ട്, കോൾ ഓഫ് ചെയ്യാറുണ്ട്. ഇന്ന് അത് ഉണ്ടായിട്ടില്ല. പ്രീമിയം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിഫ്റ്റിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇതിൽ പ്രത്യേകത. കാരണം 23,450 പ്രീമിയം 150 ലെവലിൽ നിന്നാണ് 320 വരെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റിൽ. അതായത് എല്ലാ പ്രീമിയം ഇരട്ടിയായി എന്നുള്ളതിനെ ഇന്ന് നിഫ്റ്റിയിൽ മൂവ്മെന്റ് കാണിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റി ബാങ്കോ പിന്നെ നിഫ്റ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ എക്സ്പയറിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്ന്. കാരണം December 31 ലാസ്റ്റ്, ഈ വർഷത്തെ ലാസ്റ്റ് എക്സ്പയറിയുടെ നിഫ്റ്റിയുടെ ആയിരുന്നു. ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ചെറിയ ഒരു നാരോ റേഞ്ചിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നാളേക്ക് നമുക്ക് ട്രേഡുകൾ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ നമുക്ക് ട്രേഡിങ്ങിന് പറ്റിയതല്ല, നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് താഴത്തേക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ റീടെസ്റ്റിനേഷൻ താഴത്തേക്ക് പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ റീടെസ്റ്റ് തന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുകൾക്ക് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ട്രേഡുകളൊന്നും രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. കാരണം മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എന്താണ്, സൈഡ് വൈസ് ആണോ, അല്ലെങ്കിൽ ഇവിടെ തീരുമോ, അല്ലെങ്കിൽ താഴത്തേക്ക് ഒരു പുൾ ബാക്ക് എടുത്ത് താഴെ വരും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നും കഴിഞ്ഞ ആഴ്ച ഈ ഒരു വീക്ക് മൊത്തം നമ്മൾ ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒന്നും ഇതായിട്ടില്ല, കാര്യമായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ നാളേക്കും പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് ഇനി ഈ ഒരു ലെവലിൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നില്ല. ഇത് എപ്പോഴാണോ ഈ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത്, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മേലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരു ഫ്ലാറ്റ് ആയിക്കോട്ടെ, ഗ്യാപ്പ് അപ്പ് ആയിക്കോട്ടെ, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുമ്പിൽ മൾട്ടിപ്പിൾ റെസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഹിറ്റ് ചെയ്ത് തിരിച്ച് താഴെ വരാനും ഈ ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡുകൾ ഈ ഒരു ലെവലിൽ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി ബാങ്ക് ഇന്ന് പക്ക കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ നിഫ്റ്റി ബാങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ട്രേഡുകൾ കുറച്ചും കൂടെ നന്നായിട്ട് പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നിഫ്റ്റി ബാങ്കിലും ഒരു കൺസോൾട്ടേഷൻ പിന്നെ ശേഷം ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര വോളറ്റിലിറ്റി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു ഇന്നലെ. ഇന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ ഹോൾഡ് ചെയ്തു. നാളെ ഇതിന് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ, ഈ ഹോൾഡ് ക്യാൻഡിലിന് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡുകൾ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പിന്നെ ട്രേഡ്, നാളേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നാളെ ചെറിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ എന്ത് ചെയ്യാം, 55-17 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകളായിരിക്കും ഏറ്റവും നല്ലത്. തൽക്കാലം നാളെ അല്ലെങ്കിൽ അടുത്ത 2 ദിവസം 3 ദിവസം ചെയ്യുന്നില്ല, നമ്മൾ അപ്പ് സൈഡ് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് വരികയാണെങ്കിൽ മാത്രമേ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇനി വലിയ ഒരു ഗ്യാപ്പ് അപ്പിൽ ഈ ഒരു സോണിൻ്റെ മുകളിലൊക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പിന്നെ ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കും. ഇവിടെ സപ്പോർട്ട് എടുത്ത് മാറി തിരിച്ച് കയറുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിഫ്റ്റി 50 ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല, കാരണം ഇന്ന് ഷാർപ്പ് കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പം അതുകൊണ്ട് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നിഫ്റ്റി ബാങ്കിൽ നാളേക്ക് ചെറിയ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഏരിയക്ക് മുകളിൽ 200 മുകളിൽ മാർക്കറ്റ് വന്നാൽ മാത്രം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതേപോലെ വലിയ ഗ്യാപ്പ് അപ്പ് ഇപ്പം ഈ ഒരു ലെവലൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് നമ്മൾ റിവേഴ്സലായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് കണ്ടിന്യൂഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. കൂടുതൽ വരാനുള്ള ഒരു പ്ലാനില്ല. നമ്മൾ 51,600 അല്ലെങ്കിൽ 650 ലെവലിലേക്ക് മാർക്കറ്റ് വരാമെന്നുള്ളത് മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. വലിയ ഗ്യാപ് ഡൗണിലാണെങ്കിൽ പ്രൈസ് ആക്ഷൻ ഇപ്പോൾ നോക്കിയ ശേഷം മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി കഴിഞ്ഞ ഒരു 3-4 ദിവസം, പിന്നെ ഇന്നലേക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഇന്നൊരു ഓൾറെഡി ക്യാൻഡിൽ വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈഡ് വൈസ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ഗ്യാപ് ഡൗണിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ചെറിയ ഗ്യാപ് ഡൗൺ ആണെങ്കിലും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെയാണ് നമ്മുടെ നാളേക്കുള്ള മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.